നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ, പ്രജോദ് ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. ഫസ്റ്റ് സാധനം കോട്ടയത്ത് നിന്ന് 3 പേര് വരുന്നുണ്ട്. ഒരു കോട്ടയം ടീമായിട്ടാണ് അവര് വരുന്നത്. നമ്മുടെ വിഷ്ണു ഉണ്ട്, അമലുണ്ട്, ബാസിനുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിലേക്ക് സഹൃദയങ്ങൾക്ക് സ്വാഗതം. വേദി 1 പാത്രത്തിൽ കയറി നിന്നുകൊണ്ടുള്ള നൃത്തം. എന്നാലും അതിന്റെ കുച്ചിപ്പുടി എന്ന് പറയല് കേട്ടോ. വേദി 5 ഒപ്പന. അപ്പൊ വേദി 4 ഇരിക്കുന്നത് അത് എന്റെ അപ്പന. വേദി 3 നാടക മത്സരം പുരോഗമിക്കുന്നു. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കാണും, ചുമ്മാ കിട്ടണല്ലേ. ബിബിൻ തോമസേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ വേണുമാഷേ ആർട്ട് റൂമിൽ ഞാൻ ഡമ്മിപ്പാമ്പിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്നാ പെട്ടെന്ന് ഒരു ആംബുലൻസിന് വിളിക്കാമോ? അതിനാ നമ്മുടെ ആർട്ട് റൂമിൽ ഡെമ്മിപ്പാമ്പില്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഏതോ മൂർഖം പാമ്പ്. എന്റെ ദൈവമേ, അങ്ങേരോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ടോർച്ചിലാണ്ട് അങ്ങ് എന്ന് കയറി കൊടുക്കരുത്. അതിപ്പോ പറഞ്ഞ അനുസരിക്കണ്ടേ? പറഞ്ഞ നീ അനുസരിക്കോ? ഞാൻ എന്നെ അനുസരിക്കാതെ. നമ്മുടെ ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പൂജയ്ക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നീ വെച്ചായിരുന്നോ? ഇല്ല, വെച്ചില്ല. അതിനെ വെക്കാത്തെ? പൂജാരി സമ്മതിച്ചില്ലെന്ന്. പൂജാരി എന്നാടാ സമ്മതിക്കാത്തെ? പുള്ളി പറഞ്ഞ് പൊട്ടണ സാധനമൊന്നും ദൈവത്തിന്റെ അടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നീ കണ്ടന്റ് പറഞ്ഞോ? പിന്നെ കണ്ടന്റ് പറയേണ്ടി വന്നു. നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാടകത്തിന്റെ കണ്ടന്റ് വെളിയിൽ പോകരുതെന്ന്. പിന്നെ എന്ന് വെച്ചാൽ നീ ബാഹുബലിയല്ലേ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്. എടാ ബിബിൻ തോമസേ, നിനക്ക് നാണമില്ലടാ ഇങ്ങനെ എല്ലാ വർഷവും ഇവിടെ വന്ന് കാശ് മുടക്കി തല്ലുകൊള്ളാനായിട്ട്? അതെന്നാണ് അങ്ങനെ ഒരു വർത്താനം? എടാ, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ നാടകത്തിൽ എന്നായിരുന്നടാ പ്രശ്നം? പാപം ചെയ്തിട്ടാണോ ചെയ്യാത്ത കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഓഡിറ്റോറിയം പുള്ളി ഇങ്ങനെ കല്ലെറിയുന്നുണ്ടായിരുന്നു. സത്യോടോ, കല്ല് കിട്ടാത്തവരെ കയ്യിലിരുന്ന പൊരി കൊണ്ട് വരെ എന്നെ ഇറങ്ങി. അല്ല, ആ കൂട്ടത്തിൽ നാടകം കളിച്ചോണ്ടിരുന്ന നീ എന്തിനാ മറ്റവനെ എന്നെ കല്ലെറിഞ്ഞത്? എടാ, അത് പിന്നെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഫ്രണ്ട് ഇരുന്ന എന്റെ കാമുകിയാ. എല്ലാരും നിനക്കിട്ട് കല്ലെറിയുമ്പോ ഞാൻ അറിയാമെന്ന് അവര് വിചാരിക്കത്തില്ലേ ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ എടാ പൊടിമോനെ, ഈ പ്രാവശ്യത്തെ നാടകം രക്തം ചിന്തിയ വഴിയിലെ ചോര എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കൊള്ളാടാ, രക്തം ചിന്തുവെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഒന്നപാടിരിക്കാൻ ക്ലൈമാക്സിലെ ഡയലോഗ് പഠിച്ചോ? ഇതോ പറ്റത്തില്ല. പറ്റത്തില്ല. എനിക്ക് പഠിക്കണം. എടാ, ഞാൻ നിനക്ക് 5000 രൂപ കടം തരാനുണ്ട്. കാര്യം ശരിയാ, അതുകൊണ്ടല്ലടാ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ 5000 രൂപ തന്നെ നാടകത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കണം. ഓഹോ, പൈസ തിരിച്ചു ചോദിക്കാറായല്ലേ? എടാ, നിന്റെ പൈസ ഞാൻ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നാടകം പഠിച്ച് നിന്നെ കേൾപ്പിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ. പഠിച്ചു കഴിക്കാം. രാജകുമാരി ബീഡി വലി. എടാ ക്ലീറ്റസേ, അത്രയിൽ എന്റെ തെറിയ എന്റെ വായി വരുന്നത്. എടാ, നീ എന്നെ കാട്ടാ ഈ 8 പൊട്ടും തിരിയാത്ത പൊട്ടനെ കൊണ്ട് ജയിക്കുന്നത്. എല്ലാത്തിനും രണ്ട് തെറി പറയുന്നുണ്ടല്ലോ. അവന്റെ ആഗ്രഹമാണ് നാടകത്തിൽ വന്ന് ചേർന്ന. പിന്നെ ഇതിനകത്ത് ആകപ്പാട് ഫീമെയിൽ വേഷം ഉണ്ടായിരുന്നുള്ളൂ. ഓ, നിനക്ക് ഞാൻ 5000 രൂപ തരാനുള്ളതാ ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതെന്ന് ഓർക്കാം. നിനക്ക് എന്തിന്റെ തരിപ്പാടാ ക്ലീറ്റസേ? അത് സംഭവം എനിക്ക് നൈസായിട്ട് എന്റെ കാമുകി ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം. ഓ, എടാ ജനിതക വിഡ്ഢി, ജമ്മത്ത് പെണ്ണ് കിട്ടാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞല്ലോ. ഞാൻ ഈ നാടകം തകർക്കും. എന്നാൽ നിന്റെ കൈയും കാലും ഞാൻ വെട്ടും. അയ്യോ, അങ്ങനെയല്ല ബിബിൻ തോമസ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ നാടകം ഞാൻ സൂപ്പർ ആക്കുമെന്ന്. പോസിറ്റീവ് മൈൻഡ്. പിന്നെ അളിയ ബിബിൻ തോമസേ,
എന്നെ ലുക്കി കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാടാ, ഓലപ്പരക്ക് ലിഫ്റ്റ് വെച്ച പോലെയുണ്ട്. നല്ല സ്ട്രക്ചർ ഉണ്ടെന്ന് പറയായിരുന്നു. ആ ഈ നാടകം കഴിയിട്ട് അവനെ ആ സ്ട്രക്ചറിൽ തന്നെ ആശുപത്രി കൊണ്ടുപോവാ. ബിബിൻ തോമസേ, എടാ, എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിവുണ്ടോടാ ഇവന്? എനിക്ക് കഴിവുണ്ടോന്നോ? എടാ കഴിഞ്ഞ ദിവസം ആണ്ട് ഈ സ്റ്റേജ് വെച്ചല്ലേ ഞാൻ ഫയർ ഡാൻസ് കളിച്ചത്. എടാ, നീ ഫയർ ഡാൻസ് കളിച്ച കാര്യം നീ എന്നോട് പറയരുത്. ഫയർ ഡാൻസ് എന്ന് പറഞ്ഞ് നീ തീ തുപ്പിയിട്ട് ഫ്രണ്ട് ചെയ്യുന്ന 3 ജഡ്ജസ് ആണ് ചുട്ട പറങ്ങാണ്ടിയായി മാറി. സത്യത്. ഇനി ഇവന് ഈ നാടകത്തിൽ നിൽക്കണ്ടേ, എന്റെ അയ്യായിരം വന്നിട്ട് ഇറങ്ങി പോകാൻ നോക്കണം. ഓഹോ, അപ്പൊ നീ എന്നോട് അങ്ങനെ കണക്ക് പറയാറായല്ലോ. പറയൂടാ ഞാൻ. എടാ നിനക്ക് എന്റെ അവസ്ഥ അറിയത്തില്ല. എന്താണ് നിന്റെ അവസ്ഥ? എന്റെ അച്ഛന്റെ പിടിവാശി കാരണം വീടിന്റെ വെളി ഇറങ്ങാൻ പറ്റാത്ത ഒരു മകനാണ് ഞാൻ. അതെന്നാണത്? എടാ ഈ പുള്ളിയെ നാട്ടുകാരുടെ ഇന്ന് ഫുള്ള് കടം മേടിക്കുക, എന്നിട്ട് ജമ്മം ചെയ്താൽ തിരിച്ചു കൊടുക്കത്തില്ലെന്നുള്ള വാശിയാ. അതുകൊണ്ട് ഞാൻ പെരക്കാത്ത തന്നെ ഇരിക്കേണ്ട അവസ്ഥയാ. അത് മാത്രമല്ല, മുറുക്കാന് പഴയ പോലെ ലഹരി ഇല്ലെന്ന് പറഞ്ഞ് പിണങ്ങി മാറി കുത്തിയിരിക്കുന്ന വല്യമ്മ, ശ്വാസം മുട്ടലായിട്ട് കസേരയിലിരിക്കുന്ന കൊച്ചച്ഛൻ, ശാസ്താങ്കോട്ടയുടെ തേങ്ങ, ശ്വാസം മുട്ടലായിട്ട് മാറിയിരിക്കുന്ന കൊച്ചച്ഛൻ. എന്റെ പൊന്നടാ, ഇത്രയും കണ്ടന്റ് നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഞാൻ ഈ സ്ക്രിപ്റ്റ് അവിടെ വന്നിരുന്നേ. നീ എന്താണ് സംസാരിക്കുന്നത്? എടാ, ഒന്നില്ലെങ്കിലും അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ? ഒരുത്തന്റെ വീട്ടിലെ അവസ്ഥ കണ്ട് അവന്റെ മുഖത്തൊക്കെ കൊഞ്ഞനും കുത്തരുത്. അളിയാ പൊടിമോനെ, എന്തോ വീടൊക്കാകുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതിൽ കുറച്ച് കെമിസ്ട്രി വർക്കാക്കണം. എന്റെ ദൈവമേ, പഠിക്കുന്ന സമയത്ത് ഗോപയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞപ്പോ ദീപയുടെ പാവാട വരച്ച് വെച്ച എവനാണ് എന്റെ chemistry ഉണ്ടാക്കാൻ പറ്റുന്നത്? നിനക്ക് നാണമുണ്ടോടാ നിനക്ക്? നാടക മത്സരം പുരോഗമിക്കുന്നു. ചെസ് നമ്പർ 104. സെക്കൻഡ് കോൾ. ചെസ് നമ്പർ 104. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട ഇങ്ങോട്ട്. ആരടാ ഇത്? നമ്മുടെ എത്രയാണോ? നമ്മൾ 104. ഓ ഭാഗ്യം, നമ്മളല്ല കേട്ടോ. എത്രയാന്ന് പറഞ്ഞേ? 104. അയ്യോ 104. അച്ഛനെ, നമ്മളാണ്. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാനാം. ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം. മനമുരളി അതിലലിയും രാഗം. യവനിക ഉയരുന്നിവിടെ എന്ത് കാണിക്കുന്നത്? എന്റെ എല്ലൊന്നും ഒടിക്കല്ലേ എന്ന് ഭൂമിദേവിയെ തൊട്ട് പ്രാർത്ഥിക്കാം. ഈ നാടകം കാണാൻ പിന്നിലിരിക്കുന്ന എല്ലാ നാടകാസ്വാദകരും മുന്നിലോട്ട് കയറി വരണമേ എന്ന് അപകടം വിളിച്ചു വരുത്തുന്നേ. ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടാം. ദൈവത്തെ ഓർത്ത് എന്നെ പരിചയപ്പെടുത്തരുതേ. അവന്റെ വായിൽ വല്ല തുണി കയറ്റി വെക്കാം. കഥ ബിപിൻ തോമസ്, തിരക്കഥ ബിപിൻ തോമസ്, ഗാനാപാലനും ബിപിൻ തോമസ്, കർട്ടൻ ബിപിൻ തോമസ്. എന്നാ കൊതിയനാടാ നീ? കുറച്ച് നല്ല അവനൂടെ കൊടുക്ക്. റാണിയായിട്ട് അഭിനയിക്കുന്നത് ക്ലീറ്റസ്. എന്റെ പേര് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് ശബ്ദവും വിളിച്ചോ നൽകുന്നത് പിറവം ദർശന സൗണ്ട്. ഫോൺ നമ്പർ 98701101. ആണ്ടെ ലൈറ്റുകാരനെ കൊലക്ക് കൊടുത്തേ. ഞങ്ങൾ തുടങ്ങുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ നാടകം രക്തം ചിന്തിയ വഴിയിലെ ചോര. എന്റെ ചോറ്റാനിക്കര അമ്മയെ അറം പറ്റല്ലേ. ഇവിടെ നിന്നാടാ. രണ്ടാമതല്ലേത് നിന്നെ കെട്ടിയിട്ടേക്കോ. അഭിമാന പുരസ്കാരം ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. കച്ചമ്പക്കിക്കോ. ഇതിലോട്. പ്രാണനാഥ, ഇന്ന് നമ്മളുടെ പ്രണയത്തിന്റെ അവസാന ദിനമാണ്. അതെനിക്കറിയാം പ്രാണപ്രിയേ. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ? ഞാൻ വിളിച്ചപ്പോ നീ മാക്ക് മാക്കെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നില്ലേ? നിങ്ങൾ ബ്ലാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ബ്ലാക്ക് എന്ന് വരാതിരിക്കാൻ പറ്റും എന്റെ പ്രാണപ്രിയ? പ്രാണപ്രിയേ, എന്തോ ഇന്ന് നമ്മൾ പിരിയുന്ന ദിനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ? ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.
ഒന്ന് വാരിപ്പുണർന്നോട്ടെ, ഒന്ന് ചുംബിച്ചോട്ടെ. അരുത് പ്രാണനാഥ, അരുത്. നാളെ കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. പിന്നെ പിന്നെ അങ്ങനെയെങ്കിൽ എന്റെ പ്രാണനാഥിന് വേണ്ടി അവസാനമായി ഞാനൊരു ചൂട് ചുംബരം നൽകും. അതെന്തിനാ? കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കും. പ്രാണപ്രിയേ, എന്തോ ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികേ, മണിമുത്തം കൊണ്ട് മൂടാൻ ഞാൻ നിന്നെ ഓമലേ. ആട കടലും കാറ്റും കാമി. അയ്യേ, ഈ വരി ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇല്ല. ആ സിനിമയിലെ പാട്ട് അതേപടി ആ കാലിലെടുത്ത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കും. എന്റെ ആറ്റുകാലമ്മേ, ഇനി ഞാൻ എന്നാ ചെയ്യും? ഞാൻ ഒന്നും ചെയ്യാനില്ല പ്രാണപ്രിയ. കൈതിട്ട് കളി പ്രാണപ്രിയ. അസീസിന്റെ ആയു സായം വെച്ചൊരു സാധനം ഉണ്ടല്ലോ, അസംഭവ്യം. എന്ത് അസംഭവ്യമാണ്! അത് എന്നെ പെരുകായം. അയ്യോ, എന്നെ വെട്ടരുതേ, കൊല്ലരുതേ, ചാട്ടക്ക് ഫ്ലാറ്റ് മാറ്റം നടിക്കരുതേ. എന്റെ മകളെ, നീ നമ്മുടെ കൊട്ടാരം അലങ്കരിക്കേണ്ടവരാണ്, നമ്മുടെ പ്രജകളുടെ സന്തോഷം അറിയേണ്ടവൾ. അങ്ങനെയുള്ള നീ എന്നാ പോക്കരത്തിലാടി ചോദിക്കണേനോ കാര്യം പറയണ്ടേ? അങ്ങനെയുള്ള നമ്മുടെ പുത്രി, നീ എന്തിനാണ് നമ്മെ ചതിക്കുന്നത്? നിന്നെ കെട്ടാൻ രാജകുമാരന്മാർ വൈരങ്ങളും മുത്തുമണികളുമായി ക്യൂ നിൽക്കുകയല്ലേ? എത്ര രാജകുമാരന്മാർ വൈര്യങ്ങളും രക്തങ്ങളും മുത്തുമണികളായി ക്യൂ നിന്നാലും ഞാൻ തല കുലിക്കുന്നുണ്ടെങ്കിൽ ഈ അടിമയെ ആട്ടിടിയ ബാലന്റെ മുമ്പിലായിരിക്കും. ഓഹോ, അതല്ലേലും അങ്ങനെയാണ് പുത്രി. അങ്ങനെ ചിലർക്ക് പേസ്റ്റ് കൊടുത്താലും മാവിലിട്ടേ പല്ല് തേക്കൂ. സ്ക്രിപ്റ്റിലുള്ളതാലോ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. 4 മ്യൂസിക്കിലും 5 ഡയലോഗിലും പൊക്കോണ്ടിരിക്കുക. എന്റെ മോളെ പ്രേമിച്ച കാലാപീടി, കാലാപ്പാനി, എന്തോ സാധനം കാലാന്തക, നിന്റെ ശിരസ് ഞാൻ ഇന്നിവിടെ വെട്ടി 2 ആക്കും. അയ്യോ, അരുതേ അരുതേ, രാജൻ എന്റെ ശിരസ് കണ്ടിക്കല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നപ്പോഴും തലകുനിക്കാതെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടാ ഞാൻ. ഇടയ്ക്കെങ്കിലും നീ ഒന്ന് താഴോട്ട് നോക്കണം. ആരുടെയും മുമ്പിൽ ഇതുവരെയും ലജ്ജാവഹമായി ഞാൻ പ്രവർത്തിച്ചിട്ടില്ലടാ. ഇപ്പൊ എല്ലാരും തല കുനിക്കുന്നുണ്ട്. എല്ലാം ഉള്ള കുടുംബത്തിലെ രാജാവാണടാ ഞാൻ. എന്നിട്ട് അവൻ ഇല്ലാത്ത പോലെ നടക്കുന്നു. നമ്മുടെ മകളെ പ്രേമിച്ചതോർക്ക് നീ നീറി നീറി നാണം കെട്ട് ജീവിക്കണം. നാണം കിടന്ന ആരാ? നീ എപ്പിസോഡ് വരുമ്പോ ഞാൻ കാണിച്ചു തരാം. നീ എന്റെ പരസ്പരം നേരെ സംസാരിക്കണേ. പ്രിയതമേ, ഈ അച്ഛൻ വരുന്ന ഗ്യാപ്പിൽ നമുക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു നിക്കി. പ്രാണനാഥ, ഈ സമയത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ? എനിക്ക് തല കറങ്ങും. അയ്യോ, നമ്മുടെ രാജ്യം അവിഴങ്ങളും മുത്തുമണികളും ഉള്ളവനാണ്ടാ ഞാൻ. എന്നിട്ടാണ് ചക്കരക്ക കൊണ്ട് അര കെട്ടിയേക്കുന്നത്. സാധനം പൊട്ടിപ്പോയതുകൊണ്ട്. നമ്മളെ ഈ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തിയിട്ട് എന്തിനാണ് പുത്രി കൂവക്കഴങ്ങ് പോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഇനി നമുക്ക് ഈ ജീവിതം വേണ്ട, ആ കല്ലിൽ തലതല്ലി നാം മരിക്കുന്നതാണ്. നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ. ഈ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തെർമോക്കോൾ കരിങ്കല്ല് ഇപ്പോഴും സ്റ്റേജിന് വെളി കിടക്കുക. എടാ, ഈ ഒഴുകി വന്നേക്കണ അച്ചാറല്ല, ചോരയാടാ. അയ്യോ അയ്യോ, അതെന്താ അങ്ങ് നിന്നൊരു വലിയ തിരമാല ഇളകി വരുന്നു? തിരമാലയുടെ ആയവും ആഴവും കണക്കിലാക്കി എല്ലാ കോളേജുകളും ഒത്തുചേർന്ന് നമ്മളെ വധിക്കാനുള്ള. ഓഹോ, അങ്ങനെയാണെങ്കിൽ വളരെ വേദനയോടെ ഞാനൊരു കാര്യം പറയട്ടെ മഹാരാജൻ. പറഞ്ഞോ. എനിക്ക് നിങ്ങളെ മോളെ വേണ്ട. ഇത്ര ഒരു സാഹചര്യം വന്നിട്ടും നമ്മളെ വിട്ടുപോകാത്ത നമ്മുടെ പുത്രി. അച്ഛാ, ഒരിക്കലും അച്ഛന്റെ മകൾ ഒരു ബുദ്ധിമുട്ടിലും ഒരാവലാതിലും അച്ഛൻ ഇട്ടിട്ട് പോകത്തില്ല. പോകരുത്. പക്ഷേ ഈ സമയത്ത് എനിക്ക് അർജന്റായിട്ട് പോയാൽ പറ്റും. ഓഹോ, അപ്പോൾ ഈ രാജാവിനെ ഒറ്റക്കാക്കി പോകുന്നതിന്റെ പേരാണല്ലേ
രക്തം ചിന്തിയ കഥയിലെ ചോര. യവനിക ഉയരുന്നിവിടെ വിടർന്നു. എന്റെ പൊന്നടത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോ പിന്നെയും കളിച്ചു കേട്ടണോ? കറക്റ്റ് ചത്തേ. കിടിലെന്ന് പറഞ്ഞാ പോരാ, നല്ല കീഴിലെ സ്കിറ്റ്, നല്ല കൈഡി. രാജൻ ചേട്ടാ, ഓ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അഭിപ്രായം പറഞ്ഞത് നമ്മുടെ ഓഡിയൻസിൽ ഒരാൾ വിസിൽ വരെ അടിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇരുന്നിട്ട്. ഹലോ, മൈക്കിൽ പറ, എന്താ പേര്? എൻ്റെ പേര് ലിനീഷ്. ലിനീഷ് എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നു സാർ. കോഴിക്കോട് നിന്ന്. കേട്ടോ, അടിപൊളി. എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് ഇവിടെ വന്ന ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നിങ്ങളാണെന്ന് തോന്നുന്നു. അതായത് വേറൊരു കാര്യമുണ്ട് സാറേ, ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ, ഞങ്ങൾ കലാകാരന്മാരാണ്. ഞങ്ങൾ കോഴിക്കോട് ഒരു സ്വന്തമായി ഗാനമുള്ള ട്രൂപ്പൊക്കെ ഉള്ള ടീമാണ്, ബിഗ് ബാൻഡ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. സാധാരണഗതിയിൽ നമുക്ക് ചിരിക്കാനുള്ള വക എല്ലാ സ്കിറ്റിലും ഉണ്ടാവും. പക്ഷെ ഇതുപോലെ പഞ്ച് മാത്രമുള്ള ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ 45 വയസ്സായി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും അടിപൊളി ഒരു ഇത്രയും പഞ്ചിലൊരു ഹെഡ്സ് ഓഫ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. എനിക്കത് കണ്ട നമ്മുടെ പ്രേക്ഷകരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മുടെ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. അതിനപ്പുറം പിന്നെ നമ്മൾ 3 പേര് വിടുന്നിട്ട് എന്താ പറയണ്ടേ, ഉഗ്ര സ്കിറ്റാണ്. നല്ല സ്കിറ്റ്, നല്ല തമാശകൾ, നല്ല ടൈമിങ്, നല്ല ടൈം. നമ്മൾ ഇതേപോലത്തെ ഡ്രാമ, നമ്മുടെ സ്കൂൾ നാടകങ്ങളോ അബദ്ധങ്ങൾ പറ്റുന്ന ഡ്രാമയും കയ്യിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ നല്ല തമാശകൾ, തുടക്കം മുതൽ നല്ല തമാശകളും ഒക്കെ ആയിട്ട് 3 പേര് അവരവരുടെ ഭാഗം കറക്റ്റായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലുള്ള ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് ഇനിയും പറഞ്ഞു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. എപ്പോഴും ഈ നമ്മുടെ നാടക റിഹേഴ്സൽ ക്യാമ്പും അതേപോലെ ബാലയുടെ റിഹേഴ്സൽ ക്യാമ്പും ഒക്കെ ഐറ്റമായിട്ട് എടുക്കുമ്പോഴേ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്നു. അതിൽ ഒരെണ്ണ പോലും തെറ്റാതെ അവരത് കറക്റ്റായിട്ട് അവിടെ ചെയ്തു എന്നുള്ളതാണ്. നല്ലൊരു കണ്ടെത്തലായിരുന്നു കേട്ടോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഐറ്റവും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കൗണ്ടറുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് ഇതിന് വേണ്ടിയിട്ട്. തീർച്ചയായും ഓൾ ദ ബെസ്റ്റ്. കിട്ടില്ല സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാവരും 100 നിന്ന് കളിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഒരു എൻട്രി തൊട്ട് തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര രസമായിരുന്നു. കൗണ്ടറുകളൊക്കെ നല്ല രസമുള്ള കൗണ്ടർ. പിന്നെ നിങ്ങളുടെ പ്ലേ, വിഷ്ണുവിന് പിന്നെ ചെറിയൊരു കുറവ് പറയുന്നത്, വിഷ്ണു ഈ വിറ്റടിച്ചു കഴിഞ്ഞ് വിഷ്ണു നമ്മളെ നോക്കൂ, ഇത് ഏറ്റിട്ട് അത് വിഷ്ണു ഇനി നോക്കിയാൽ അവിടെ വന്ന് ഇടിക്കും. പിന്നെ ബാസ്റ്റിൻ, നിന്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച പോകുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടു. ഒരടി കിട്ടിയില്ല. അത് ആ അടിയുടെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം. അന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കണം സാറേ, ഇതിൽ വേറെ ഒരു കാര്യം കൂടി പറയട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിടയ്ക്ക് ശരിക്കും നമ്മൾ ചിരിക്കാൻ മറന്നു പോകാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഞങ്ങളുടെ വക നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബാൻഡ് കോഴിക്കോടിന്റെ വക ഒരു ചെറിയ സമ്മാനം കേട്ടോ, വലുതൊന്നുമില്ല, ചെറിയൊരു സമ്മാനം. ചെറുതോ വലുതോ എന്നുള്ളതല്ലോ. അല്ല, നമുക്ക് അതിലേറെ സന്തോഷമല്ലേ. കോഴിക്കോട് തന്നെ മലയാള സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ ചിരിപ്പിച്ചു പോകുന്നല്ലേ, കിടിലം ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾ 3 പേരും ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു പ്രജേട്ടാ. അപ്പൊ ബിഗ് ബാൻഡ് കോഴിക്കോടിന്റെ വകയുള്ള സമ്മാനം നിങ്ങൾക്ക് പിന്നെ കിട്ടും. അപ്പം ഇവിടെ നിന്നുള്ളത് എത്രയാന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ, നസീർക്ക, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു 22,000 രൂപ തുടക്കത്തിൽ കൊടുക്കുക. തുടക്കം നല്ലോണം തന്നൊന്നും പാളിപ്പോയിട്ടില്ല. 22,000 രൂപ. ഓക്കെ, ഞാൻ കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 24,000. 46,000 രൂപ ഇതുവരെ രണ്ടുപേരുടെ ആയിട്ടുണ്ട്. മക്കളെ, കഴിഞ്ഞത്തെ 2 2 സിൽവർ ആയിരുന്നല്ലേ? ആ ദൈവമേ, അങ്ങനെ ആവട്ടെ. ഈ പ്രാവശ്യം നമ്മുടെ സെൽവന്റെ ട്രിപ്പിൾസിന് ശേഷം ഇത് ഐറ്റം വേറെ ഫ്ലോറിലെ അടുത്ത ഹാട്രിക് സിൽവർ. ജീവ, എന്തോ ഒരുപാട് സന്തോഷം എന്താണെന്നറിയോ, പൊളിഞ്ഞ് പാളീസായിട്ട് ഒരുപാട് എന്താണ് താഴേക്ക് പോയിട്ട് അവരുടെ വിഷമവും അത് കാണുന്ന നമ്മുടെ വിഷമവും അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. തീർച്ചയായിട്ടും അതാണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റാത്തായിട്ട് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതിനൊരു തെളിവ് കൂടിയാണ്. നിങ്ങൾക്കൊരു പ്രത്യേക ഐഡിയ ഉണ്ട്. പറയടി അങ്ങോട്ട് സന്തോഷം. അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് അടുപ്പിച്ച് 3 ഒട്ടും വിചാരിച്ചില്ല. നമ്മൾ ഒരുപാട് രാജേഷേട്ടനാണെങ്കിലും നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാവരും, ശശാങ്കൻ ചേട്ടനെ, അബീത് ചേട്ടനെ, രാജേഷ് പാലോടെ, പിന്നെ അനന്തം ബ്രോ,
പിന്നെ നമ്മുടെ അർജുൻ സാറെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ചേട്ടാ ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങളുടെ രാജേട്ടൻ, ശശാന്ത് ചേട്ടൻ, ബാക്കി ഗ്രൂമേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ട ഒരാളാണ് ഞങ്ങളുടെ സുഭാഷ് ചേട്ടൻ. കാരണം ഞങ്ങൾ താന്നു പോയിരുന്ന അവസരങ്ങളിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എടാ കേറി വരണം. നമ്മുടെ സുഭാഷ് ചേട്ടൻ കുറവാണല്ലോ. എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറയണം, നമ്മുടെ കോർഡിനേറ്റർ ആണ്. നമുക്ക് ഇവിടുന്ന് ഓരോരുത്തരും ഓരോ സിൽവറൊക്കെ അടിക്കുമ്പോ സുഭാഷേട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിന്നായിരിക്കണം. കണ്ടിന്യൂ. പിന്നെ അതുപോലെ ഇന്നത്തെ സ്കിറ്റിന് ഞങ്ങളെ ഒരുപാട് സഹായിച്ച ആർട്ട് ടീം, കോസ്റ്റ്യൂം, ഇതെല്ലാം അവരുടെയും കൂടെ കഴിവാണ്. അപ്പോൾ അവർക്കും കൂടെ വലിയൊരു നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇത് അടുപ്പിച്ചൊരു ഹാട്രിക്ക് വന്നപ്പോൾ ചേട്ടാ വിചാരിച്ചതല്ല ഒരിക്കലും സ്വപ്നത്തിൽ പോലും. ഇത് ദൈവത്തോട് ഞങ്ങൾ ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ അർജുൻ സാർ ഞങ്ങൾക്ക് ഒരവസരം കൂടെ തന്ന് ആ അവസരം ഞങ്ങൾ കളഞ്ഞിട്ടില്ല, ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തോടും ഒരുപാട് നന്ദി പറയുന്ന ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ചെയ്ത് നമ്പാടി ചേട്ടൻ അത് അല്ല, ലിങ്ക് എല്ലാം കറക്റ്റ് ആയിരുന്നു. മ്യൂസിക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് ഡയറക്ടറിനോടാണ്. ഐറ്റം വേറെ ഷോ തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ചാനലുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഏട്ടാ ഞാൻ. കൺസിസ്റ്റൻസി തന്നെയായിരുന്നു പ്രധാന വർഷം, തുടർച്ചയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡീഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും പറയത്തൊക്കെ കാണിക്കാനുള്ള സ്കിറ്റോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അർജുൻ സാറ് ഞങ്ങൾക്ക് ഇവിടെ അവസരം തന്നു. താന്നുപോയ സമയത്ത് പിന്നെയും വിളിച്ച് ഫ്ലോർ തന്നു. പിന്നെ ഉള്ളത് രാജേട്ടനാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടി സംസാരിക്കാറ്. അപ്പോൾ എല്ലാവരുടെയും വിജയമാണ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം ഉഷാറാവട്ടെ, അടുത്ത സിൽവർ പഞ്ചിന് കാണാട്ടോ. ഓക്കെ. യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേറൊരു ഉഗ്രൻ ടീം വരുന്നു. മനുക്കുമാരി ഉണ്ട്, ദീപു ഉണ്ട്, ശ്രീജു ഉണ്ട്. ഹലോ ഹലോ, എടാ നീ അവിടെ എത്തിയോ? എത്തിയടി. അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം വരാൻ. അല്ലാതെ വന്നാൽ ഞാൻ ഇറങ്ങി വരുത്തൊന്നുമില്ല കേട്ടോ. ദേ അറിയാലോ, ഭാരതപ്പുഴയിൽ നിന്ന് മണല് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന ആളാ എന്റെ അച്ഛൻ. കർക്കശക്കാരനാ. പക്ഷെ എങ്കിലും നീ പേടിക്കണ്ട, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഉറപ്പിച്ചിട്ട് വേണം നീ ഇങ്ങോട്ട് വരാൻ. ശരി. ഹലോ അച്ഛാ, എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. കുറെ നാളത്തെ പ്രേമോ. അവൾ അച്ഛനാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കുന്നുമില്ല. കല്യാണം ഉറപ്പിക്കാൻ സംസാരിക്കാൻ പറഞ്ഞ മാമനെ കാണാനില്ല. മാമ ഒന്നിട്ട് കാര്യം വാ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിക്കണമായിരിക്കും. എന്തോന്നോ എടാ മരുമോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അനക്കരുത്. ഇല്ല അനക്കരുത്. ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ശബ്ദം എന്നെ കേൾപ്പിക്കരുതെന്ന്. ഇതുപോലെ ചെരുപ്പിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം അങ്ങ് കുളിര് കയറും, എൻ്റെ വായിക്കകത്ത് മൊത്തം അങ്ങ് പുളി വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഈ നനഞ്ഞ ചെരുപ്പ് കൊണ്ടൊന്നും നടക്കരുത്. ആ ചെരുപ്പിങ്ങൂരിക്ക് ചെരുപ്പിങ്ങൂരി പോട്ടാ. അയ്യോ, നമുക്ക് ചെരുപ്പ് വേണ്ട, നമുക്ക് ഈ ചെരുപ്പ് വേണ്ടാ. കുഴപ്പമില്ല, അമ്പലത്തിലല്ലേ നിൽക്കുന്നത്. ആരെങ്കിലും രണ്ടുപേരും ചെരുപ്പിട്ടോണ്ട് ഞാൻ പൊക്കോളാം. അമ്പലത്തിൽ കയറുന്ന മോട്ടിക്ക് വാടാ നീ. മോട്ടിക്ക് വാടാ നീ. എടാ നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? അല്ല. നീ മോട്ടിക്ക് വാടാ. ഇല്ല, ഒരിക്കലും അന്യന്റെ ഒരു വസ്തുക്കളും നമ്മൾ മോട്ടിക്കാൻ പാടില്ല. പോയത് സോറി മാമ, അറിയാതെ പറ്റിപ്പോയത്. അങ്ങനെ ചെയ്യാവുള്ളൂ. അതൊക്കെ പോട്ട്. ഈ കോട്ട എവിടുന്ന്? നിന്റെ പെണ്ണിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ പറഞ്ഞത്. നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് കാശ് കൊടുത്ത് ഞാനൊരു കോട്ട് അങ്ങ് വാങ്ങിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ വാടക ഞാൻ കൊടുക്കൂല. എടാ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്ന്. മനസ്സിലായ? ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നാടകക്കാരുടെ ഒരു പൂക്കളിന്റെ കോട്ട് മോഷണം പോയിട്ടുണ്ട്. അതാരെങ്കിലും എടുത്താണെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ആരടാ ഇത്? ചില സന്ദർഭങ്ങളിൽ ചെറുതായിട്ടുള്ള കൊച്ചു കൊച്ചു മോഷണങ്ങൾ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും. ഒരു സെക്കൻഡ്. എന്തിനാ ഷൂസ് അഴിച്ചിരുന്നത്? മിക്കവാറും ഇതിന്റെ അനൗൺസ്മെന്റും വരാൻ സാധ്യത. അപ്പൊ എല്ലാം മോട്ടിച്ചതാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കിപ്പോ വിവാഹപ്രായമായി നിൽക്കുവാണ്. അറിയാം. ആ കാര്യം സംസാരിക്കാനായിട്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നിനക്ക് ഭയങ്കര കുട്ടിക്കളി കൂടുതലാണ്. എന്റെ പൊന്നോ, ആര് പറഞ്ഞു കുട്ടിക്കളി ഉണ്ടെന്ന്? എന്റെ ജീവിതത്തിലോട്ടൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ എന്റെ ഈ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറും. അല്ലാതെ പിന്നെ
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇതുപോലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന്. ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള ഒച്ച ഉണ്ടാക്കി എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. വെറുതെ അല്ല ഇതുവരെ പെണ്ണ് കിട്ടാത്തത്. വെറുതെ അല്ല നിങ്ങൾക്ക് ഇതുവരെ പെണ്ണ് കിട്ടാത്തതെന്ന്. ആര് പറഞ്ഞാ എനിക്ക് പെണ്ണ് കിട്ടിയിട്ടില്ലെന്ന്? എടാ കണ്ടസായിട്ട് ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതാ. പക്ഷെ ആദ്യ രാത്രിയിൽ അങ്ങ് പൊളിഞ്ഞു പോയി. ആദ്യ രാത്രി ഇവള് പാലും കൊണ്ട് റൂമിനകത്തോട്ട് വന്നു. അപ്പൊ ഇവള് കാലിന്നൊരു സംഭവം ഇട്ട് കളിച്ച്. സാധാരണ കൈ നിട്ടല്ലേ കളിക്കുന്നത്, ഇത് കാല് കൊണ്ടിരുന്ന സംഭവമാണേ. ഇവള് നേരെ എന്റെ അടുത്തോട്ട് വന്നിട്ട് നാണം കൊണ്ട് തറയിൽ ഇങ്ങനെ കാലിട്ടൊരച്ച് കയ്യിലായിരുന്നു. അയ്യോ പറയുമ്പോ തന്നെ എനിക്കൊരു പ്രശ്നമാണ്. ആ ഒച്ച എങ്ങ് കേട്ടു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുളിരി വന്നു. ഞാൻ എന്ത് ചെയ്തെന്നറിയാവാ, അവിടെ കിടന്ന കട്ടിലും ചവിട്ടി പൊളിച്ച് അവളുടെ നടുവിൽ 2 ചവിട്ട് കൊടുത്ത് ഇറങ്ങി അങ്ങ് ഓടി. അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്തോന്നറിയാവോ, എന്താ ഇതുപോലൊരു മുഴുവട്ടന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ പൊളിഞ്ഞു പോയതാണ് എന്റെ കല്യാണം. എന്നാലും നമ്മളവിടെ വന്ന് നീ എന്നെ പോലെ ആകാൻ പാടില്ല. ഇല്ല, നീ പെണ്ണ് കെട്ടണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. ഒരു കാര്യം ചെയ്യാം, ആ പെണ്ണിന്റെ അച്ഛൻ ആരാണോ കണ്ട് സംസാരിക്കണം. കപ്പലണ്ടി വേണം. കപ്പലണ്ടി വേണം, പക്ഷെ എന്റെ പൈസ ഇല്ല. എന്തിനാടാ, മാമനല്ലേ കൂടെ നിൽക്കുന്നത്, പേടിക്കേണ്ട കാര്യമുണ്ടോ? മാമൻ പൈസ കൊടുക്കും. 2 കപ്പലണ്ടി 2 കപ്പലണ്ടി തരാലോ. പൈസ എത്ര രൂപ? 20 രൂപ തരും. ഇടേ ഇങ്ങോട്ട് 2 എണ്ണ ചോദിച്ചത്. ഇങ്ങോട്ട് വാ, 2 കപ്പലണ്ടി അല്ലേ? ഇവൻ തരും. കൊടുക്കടാ. ഒരെണ്ണം നീ നിന്നു. മക്കളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മാമ? നമ്മള് ഇവിടെ വന്നു, ആ കുടുംബത്തില് നമ്മൾ എന്താണെന്ന് അവരറിയിച്ചു കൊടുക്കണം. മനസ്സിലായ? നമ്മൾ നല്ല നല്ല ആൾക്കാരാണെന്ന് അവരറിയിച്ചു കൊടുത്താലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. ഡാൻസ് കളിക്കണമെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടാ പോയി ഡാൻസ് കളിക്കണം. ഞാൻ തറവാട കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കണം. ഇവിടെ പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ഇളക്കണ്ട, ഇതിൽ ഇളക്കിയാൽ എന്റെ കാര്യം അടി പിടിക്കില്ലെങ്കിൽ. എനിക്കിതൊട്ടും അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പെണ്ണിന്റെ അച്ഛനെ കാണുക, സംസാരിക്കുക, ഇവിടുന്ന് പോവുക. എന്നെ അരോചകമാക്കുന്ന ശബ്ദങ്ങളാണ് ഈ ഉത്സവ പറമ്പ് മൊത്തം. എനിക്കിത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മാമൻ അരോചകം പറഞ്ഞ അവർക്ക് ഉത്സവം മാറ്റി വെക്കാൻ പറ്റുമോ? ഉത്സവം മാറ്റി വെക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം പെണ്ണിന്റെ അച്ഛനെ അങ്ങ് വിളി. അവളെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏതോ വലിയ സെറ്റപ്പാ. നമ്മൾ വിളിച്ചാലൊക്കെ വിളിച്ച് സംസാരിക്കും. വിളിക്ക്. നമ്മൾ കപ്പലണ്ടി കുറിച്ചതും നീ മറന്നോ, നമ്മ സ്നേഹം പങ്കുവെച്ചതും നീ മറന്നോ. ഹലോ ഹലോ, എന്താണ്? ഹലോ 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 ഹലോ. നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ വല്ലതും പറഞ്ഞില്ലെങ്കിൽ പൈസ പോകുന്നു കേട്ടോ. നിങ്ങളെ പൈസ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കണം. എന്റെ പൈസ ഒന്നും പോകൂല. നീ വന്നേ. ശരി, സംസാരിക്കാൻ. എന്റെ അച്ഛൻ എന്തോ ബിസിനസ് ചെയ്യുന്നെന്നാ പറഞ്ഞത്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കൊണ്ടുവന്നു. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കൊണ്ടുവരുന്നുണ്ട് കപ്പലണ്ടി വറക്കാനായിട്ട്. നിന്റെ പെണ്ണിന്റെ അച്ഛനാണ് നിൽക്കുന്നത്. അതാ അവനല്ലാതെ ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല. എന്റെ കല്യാണമാണ്, മാമനെ സംസാരിക്കാൻ കൊണ്ടുവന്നില്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി താ മാമ. ഒരു കാര്യം ചെയ്യ്, നൈസായിട്ട് കാര്യം അങ്ങ് അവതരിപ്പിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മാമ മാമ മാമന്റെ മോളാണ് മാളു. ഞാനും മാളും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ കെട്ടിച്ചേർണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിരിയാൻ വണ്ണ അടുത്തു പോയി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ കെട്ടിച്ച് താ മാമ. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, 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 നടക്കത്തില്ല. ഞാൻ എന്റെ മോൾ അങ്ങനെ വളർത്തിയ ഒരാളാണ് ഞാൻ. കപ്പലണ്ടി ജോലി നിനക്ക് ആവശ്യമുള്ള കപ്പലണ്ടി ഞാൻ ശ്വാസം വിടാനെങ്കിലും ഒരു സമയം താഴെ. ഉയിര് കിട്ടാതെ ഞാൻ ചത്തുപോകത്തേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് ഈ സാധനത്തിലിട്ട് ഇളക്കരുത്. അമ്മച്ചേ, ഒരു കാര്യം മനസ്സിലാക്കണം. അവരെന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനകത്ത് കയറി ഇടപെടേണ്ട ഒരു ഹലോ, ഒന്നിങ്ങി വരൂ. നമ്മൾ ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഏറെക്കുറെ. വീട് വലിക്കുവോ? വീട് ചെറുതായിട്ടൊക്കെ വലിക്കും. എന്തായാലും അവര് തമ്മിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അവരുടെ ഇഷ്ടം നമ്മൾ നടത്തി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണം. നല്ലൊരു പടം കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ആ സ്റ്റാറ്റസ് മറ്റൊരു വേറൊരു സ്റ്റാറ്റസ് ചൂട് കപ്പലിന്റെയാണ് ഇരിക്കണം. ആ മണൽ വാരി ഞാൻ വായിലാണ്.
ഇല്ല. കാര്യം ചെയ്യ്. നമുക്കൊരു കട്ടൻ പീടിയൊക്കെ വലിച്ചിട്ട് ഇപ്പൊ ഇങ്ങി വരാം. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ സംസാരിക്കണം. സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാകത്തുള്ളൂ. അതെ അതെ അതെ. ഹലോ ഹലോ നീ എവിടെ? എടാ നീ അച്ഛനെ കണ്ടോ? സംസാരിച്ചോ? അച്ഛനെ കണ്ട് സംസാരിച്ചു. നിന്റെ അച്ഛൻ ഭാരതപ്പുഴയിലെ മണൽ വെച്ചിട്ട് എന്തുണ്ടാക്കുന്നു? അപ്പൊ അതൊന്നും എനിക്കറിയത്തില്ല. എന്തോ ബിസിനസ് ആണെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. എടാ എന്തായി അവിടുത്തെ കാര്യങ്ങള്? ഞാൻ സംസാരിച്ചു. എന്നിട്ട് നിന്റെ അച്ഛൻ അടുക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ മാമ സംസാരിക്കാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നീ അവിടെ എന്തോ എടുക്കുവാ? ഞാൻ ഇതൊക്കെ കണ്ട് ഉത്സവമൊക്കെ കണ്ട് ഇവിടെ നിൽക്കുന്നു. എടാ പൊട്ടാ, നീ അച്ഛനെ പോയി എങ്ങനെയും ഒന്ന് ഇംപ്രസ് ചെയ്. ഞാൻ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കും ഇപ്പം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെക്കുവാ പോടുന്നു. അളിയാ, അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഞാൻ വളർത്തിയ ചെറുക്കണാണവൻ. ജനിച്ചപ്പോൾ തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ അവനെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്തണം. ആ കപ്പലണ്ടിയുടെ ചൂട് മണൽ അവിടെ ഇരിക്കുക. ആര് കണ്ണി ഞാൻ അടിക്കുക ഈ കൗണ്ടറിൽ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാ പറയാൻ പാടില്ല. അപ്പോ അവന് വേണ്ട ആഹാരം, അവന് വേണ്ട ചോറ്, അവന് വേണ്ട സെർലാക്ക്. നിനക്കാണല്ലോടാ ഞാൻ ഇത്ര നാളും ചോറും സെർലാക്കും കുഴച്ച് തന്നത്. എടാ നിനക്ക് എന്തിന്റെ ഗുരുവായിട്ടാടാ അതിനകത്തിട്ട് പോയി ഉണ്ടാക്കുന്നത്? അവള് പറഞ്ഞു അച്ഛനെ സഹായിക്കാം. ഈ ചട്ടം ഇനി വേണ്ട. ഓ എന്റെ ചട്ടുക നോക്കണം. ഒരു കാര്യം ഞാൻ പറ, കല്യാണം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പിച്ചിട്ടെങ്കിൽ ഇതായിക്കോണം. പറ, എനിക്ക് അവളെ കെട്ടിച്ചു തരുമോ? വെട്ടിച്ച് തരുന്നില്ലെന്ന് എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ നിനക്ക് എന്ത് ജോലി കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. ആര്? അവനോ? വലിയ ജോലിയാ. എന്ത് ജോലിയാ? ജോലിയൊന്നും ഇല്ല. ഇല്ലേ ഭയങ്കര ജോലി എന്ന് പറഞ്ഞു. എനിക്ക് അവനെ കൊണ്ട് വലിയ ജോലിയാണെന്ന്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട അവനെ ഇതാക്കുന്നറിയോ? തൊഴിലുറപ്പിന് പോയാ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം. ഞങ്ങളുടെ ചെറുക്കന് എന്ത് കൊടുക്കും അത് പറ. ചെറുക്കൻ നല്ലതാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പെട്ടിയാട്ടം നിറച്ച് മണലും അതിനൊത്ത കപ്പലണ്ടി കൊടുക്കും. മരത്ത് ജീവിക്കട്ടെ. കപ്പലണ്ടി കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അല്ലാതെ അവൻ എന്ത് കൊടുക്കുമെന്നാ ചോദിച്ചത്. നിന്റെ വീട്ടിൽ കാർ പോർച്ച് ഉണ്ടാ? ഉണ്ട്. ലൈസൻസ് ഉണ്ടാ? ഉണ്ട്. ഈ 4 വീലർ നീ എടുത്തോ, നിന്റെ വീട്ടിൽ കൊടുത്ത് അത് സ്ത്രീധനമായിട്ട് കിടക്കട്ടെ. നിനക്ക് നല്ലതാടാ. ഇതാകുമ്പോ ടാക്സി ഓടാ മൂന്നാർ. ഏറെക്കുറെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണം. കുറച്ച് കപ്പലണ്ടി ഒക്കെ വറക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടാ നീ എന്റെ കൂടെ കുടിക്കോ? അയ്യോ എനിക്ക് നിൽക്കാൻ പറ്റൂല. എനിക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. അമ്മ എന്റെ കൂടെ ഇല്ല. ഒരു 10 ദിവസം എന്റെ കൂടെ നില്ല. അപ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെ സെറ്റ് എന്റെ എടുത്ത് കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. എന്താ നിന്റെ കല്യാണമല്ലേ? നീ അങ്ങ് പോയി നിന്നേച്ചാ മതി. ഈ പരിപാടിക്ക് ഞാനില്ല. കാരണം എനിക്ക് എന്റെ ജീവനാണ് വലുത്. എന്റെ പൊന്നു മാമ എന്നെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റൂല. ഒരു 10 ദിവസത്തെ കാര്യമല്ലേ എടുത്തിട്ട് അയാളെ കൂടെ സഹായിച്ചെന്താ? എനിക്ക് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ അല്ലടാ. അത് ഭയങ്കര പ്രശ്നമാണ്. കുളിര് കോരുമെന്ന് എനിക്ക്. അപ്പൊ ഞാൻ തന്നെ എങ്ങനെ അതിനകത്തിട്ട് ഇളക്കാനാണ്? ചട്ടു എടുത്തോണ്ട് വാ, ഇവിടെ സംസാരിക്കാം. എറിയുമ്പോ ആലോചിക്കണം. മാമ മാമനെ കൊണ്ട് ഇവിടെ ഇളക്കിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാം മോനെ. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. മോനെ ഇളക്കിക്കോ. അങ്ങോട്ട് വന്ന് ഞാൻ പോവാണ്. നീ ഇളക്കിയോ? ഞാൻ ഇളക്കൂല. എന്ത് ഇളക്കിയാ കുഴപ്പമെന്ന് പറ. ഇളക്കി കഴിഞ്ഞാൽ ഞാനിവിടെ കുളിര് കൂടി ചത്തു പോവാടാ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. വേണ്ട, ഇത് പിടി. ഇതെന്തുവാ? ഇത് ചെവിയിലോട്ട് വൈ. ആദ്യം ചെവിയിലോട്ട് വയ്ക്കാം അങ്ങോട്ട്. എനിക്ക് എന്റെ കല്യാണം നടക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. പിടി. എന്താടാ? വാ എന്റെ കൂടെ വാ. കറണ്ടടിപ്പിച്ച് കൊല്ലുവോ? ഞാൻ പറയുന്ന കേക്കാമോ? ഞാൻ പറയുന്ന കേക്കാമോ? എന്തുവാ? കിളക്ക്. കിളക്ക്. എങ്ങനെയുണ്ട്? നല്ല നല്ല നല്ല. ഇപ്പൊ വല്ലതും തോന്നിയാ? ഒന്നും തോന്നിയില്ല. മാമൻ 10 ദിവസം ഇവിടെ ഇളക്കിക്കോളും. എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നീ പാട്ടിട്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കേട്ടില്ല. അതാണ്. ആണല്ലേ? എടാ എന്റെ കല്യാണത്തിന് ആദ്യ രാത്രി ദാണ്ട ഈ നൂലുള്ള കുണ്ടാൻ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെണ്ണെന്നെ വിട്ടു പോകത്തില്ലായിരുന്നടാ. നല്ല കൈഡി. ദീപു, മനു, ശ്രീജു നന്നായിരുന്നു. പെർഫോമൻസ് ബേസിൽ നന്നായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് മനു കുമ്പാരി പൊളിച്ചു കേട്ടോ. നിങ്ങളുടെ ക്യാരക്ടർ ബേസ് പരിപാടികൾ അതൊരു രക്ഷയില്ലായിരുന്നു. ഒരു പ്രത്യേക രസവും അത് നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ ഈ പറയുന്ന പോലെ ചില കൗണ്ടറുകളൊക്കെ നല്ല ചിരി വീണു. പിന്നെ എനിക്ക് തോന്നുന്നു ദീപുനും ശ്രീജുനും ഈ പറയുന്ന പോലെ ഒന്ന് അറിഞ്ഞ് കളിക്കാനുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഇല്ലാതെ പോയി എന്നൊരു വിഷമം കൂടിയുണ്ട്. ശ്രീജു, അടുത്തതിൽ നോക്കണം, അടുത്തതിൽ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ കഴിഞ്ഞ സ്കിറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മളിലൊരു അമിത പ്രതീക്ഷയുണ്ട്. കാരണം ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്നെന്തോ അത്ര സ്ട്രോങ് അല്ലാത്ത പോലെ തോന്നി നിങ്ങളെ തിരഞ്ഞെടുത്ത വിഷയം. ഈ മനുവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒഴിച്ചാൽ വേറൊന്നും ഈ സ്കിറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ,
ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക അല്ല ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളെടുത്ത സബ്ജക്റ്റ് കൊള്ളാമായിരുന്നു, പക്ഷെ എന്ത് പോസ്റ്റ് ചെയ്ത ഇടങ്ങൾ നല്ലതല്ലാന്ന് തോന്നുന്നു. അത് വർക്കൗട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ ശരിയല്ലാന്ന് തോന്നുന്നു. അതിൽ പറ്റിയ പാവപ്പെട്ടകളാണ്. നിങ്ങളുടെ തിരക്കറിയാം, പിന്നെ സമയക്കുറവുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ അവർ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആ 1 മണിക്കൂർ നമ്മൾ നല്ല തന്നെ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി ശ്രദ്ധിക്കുക, നല്ല കണ്ടന്റുമായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ സ്കിറ്റിന്റെ ഷാജൻ ചേട്ടാ, ഞാൻ ഇവർക്കൊരു 9,000 രൂപ കൊടുക്കും. 9,000 രൂപ. നസീർക്ക ഞാനൊരു 8,000 രൂപ കൊടുക്കും. 17,000 രൂപ. പ്രജു ചേട്ടാ അപ്പോൾ ഞാൻ തരാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അറിയാലോ നിങ്ങളൊരു എമൗണ്ട് ആയിട്ടില്ല. അടുത്ത പ്രാവശ്യം അടുത്ത പാട്ടി. ഹലോ എടി, നീ വന്നോ? ജെൻസി വന്നോ? എല്ലാരും വന്നോ? എടി ഞാനൊരു പട്ടുസാരി തേച്ച് വെച്ചാടി, പക്ഷെ എനിക്ക് ചേട്ടന് ഒന്നും പിടിച്ചിട്ട് അറിയത്തടി, ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ചുരിദാർ എടുത്തങ്ങ് ഇട്ടടി. എടി ബ്ലൂ കളറിലെ വെള്ള പാന്റും അങ്ങനത്തെ ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്നത്. എടി ഡ്രസ് കോഡ് ഇടാടി, നിനക്കും അതുണ്ടെങ്കിൽ ഇടറി. സാരി ഊരി കളയടി. എടി എല്ലാരും വന്നോടി. എടി നമ്മുടെ സുമേഷ് വന്നോ? UK സുമേഷ് വന്നോ? സുമേഷ് വരൂ. ഇന്ന് നമ്മള് പൊളിക്കോടി, അടിച്ച് പൊളിക്കും നമ്മള്. എന്തെങ്കിലും കാര്യം പറയാനായിട്ട് നീ നോക്കുമ്പോ എന്ത് ബഹളമാണ്? ആരുടെ ഫോൺ ചെയ്യണത്? ചേട്ടൻ ഈ മിണ്ടാതെ നടക്കുന്ന എന്തിനാ? എന്നോട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ കേട്ടോ. 2-3 പ്രാവശ്യം നടന്നാ നീ കണ്ടില്ല? അപ്പം ഞാൻ കണ്ടില്ല, ഞാൻ ഫോണിലല്ലായിരുന്നോ? ആ ഫോണിലായിരുന്നു, അത് മനസ്സിലായി. ആരോടെ ഫോൺ ചെയ്തത്? എന്റെ കൂട്ടുകാർ ജെൻസി വിളിച്ചായിരുന്നു. ഞങ്ങളുടെ റീയൂണിയൻ ആയിരുന്നു. കോളേജിൽ പഠിച്ച പിള്ളേരൊക്കെ ആയിട്ട് കൂട്ടുകെട്ടി സദ്യം കഴിച്ച് ചായം കുടിച്ച് പിരിയാനാ. എനിക്ക് ഇഷ്ടമല്ലത്. ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം. അത് ഞാനിങ്ങനെയുള്ള പരിപാടിക്ക് ഞാൻ പോകാറില്ല. പിന്നെ 10ാം ക്ലാസ് പോയിട്ട് ചേട്ടൻ അവിടെ റീയൂണിയൻ. അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട, എനിക്ക് ഇഷ്ടമല്ല. അതന്നെയല്ല, അത് ശരിയായ ഏർപ്പാടല്ല. അത് നിന്റെ കൂടെ പഠിച്ച അവന്റെ പേരിന് UK ആരാണ്? സുമേഷ്. ഈ സുമേഷിലെ നിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് കോളേജിൽ പഠിക്കുമ്പോ ലവ് ലെറ്റർ വന്നവനല്ലേ? എന്റെ കഷ്ടകാലത്തിന് ഫസ്റ്റ് നൈറ്റിൽ ഉള്ള കാര്യങ്ങളെല്ലാം വിളിച്ചങ്ങ് കൂവി. അന്ന് പോലെ ഞാൻ ഈ കുത്തുവാക്ക് കേൾക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ഈ റീയൂണിയന് പോണത്. ചേട്ടാ ഞാൻ കഷ്ടമായിട്ടോ. ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? ചേട്ടാ എല്ലാരും കൂടെ ഒന്ന് കാണാലോ. പിന്നെ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ചേട്ടാ. പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്യും. പാട്ട് പാടി ഡാൻസ് ചെയ്യുന്നു. ചേട്ടാ ഉറങ്ങിയതിന് ശേഷം എന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ. കളിയാകല്ലേ? പൂവേണോ പോയാത് എവിടെ? ഒരു കൊയ്യ അങ്ങോട്ട് വരുമോ? പൂവേണോ രണ്ടെണ്ണം പോയി. എങ്ങനെയുണ്ട് ചേട്ടാ? എത്ര മണിക്കാ പരിപാടി? 10 മണിക്ക്. 10:15 വരൂല്ലേ ഇങ്ങോട്ട്? ഇല്ലില്ല, ഞാൻ കഴിഞ്ഞിട്ട് 4 മണിക്കാ വരൂ. 10:15 വരും. ഫസ്റ്റ് ഡാൻസ് ചേട്ടാ. ഫസ്റ്റ് അതാ പറഞ്ഞ 10:15 വരുമെന്ന്. ഇത് കഴിഞ്ഞ എനിക്ക് മിമിക്രി ഒക്കെ ഉണ്ട്. അവിടെ വരെയൊന്നും പോവില്ല, പെട്ടെന്ന് വരും. മോള് പോയിട്ടോ. ചേട്ടാ ഞാനൊരു കാര്യം പറയാം. രമണിയുടെ വീട്ടിൽ രമണിയുടെ വീട്ടിൽ പോയി ഞാൻ ആടിന്റെ കാടി എടുത്ത് ഞാൻ ആടിന് കൊടുത്തോളാം. വേണ്ട, ഞാൻ വന്നിട്ട് രമണിയുടെ വീട്ടിൽ പോയി ഞാൻ എടുത്തോളാം. ആ ആടിന്റെ നാക്കുണ്ടായിരിക്കും പല കഥ എന്നോടത് പറഞ്ഞേന്. രമണിയുടെ നാക്ക് കാടിയെടുക്കാൻ ഒരു പോക്ക്. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നു. വിഷമമുണ്ടോ ചേട്ടാ? എനിക്ക് വിഷമമൊന്നുമില്ല. കണ്ട ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് ഒരു വിഷമമില്ല. കണ്ട ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് പോകുമ്പോ ഇച്ചിരി വിഷമമൊക്കെ വരേണ്ടതാ. ശരിക്കുണ്ടോ? എന്തിനാടാ വിഷമിക്കുന്നത്? ഞാൻ എങ്ങോട്ടൊന്ന് മാറിയാലോ അപ്പൊ അങ്ങ് വിഷമിക്കാതെ. അതുകൊണ്ടല്ലേ ഞാൻ വിഷമിക്കണം. ഡാൻസ് പിന്നെ ചെറിയൊരു ഞാനൊരു കാര്യം പറയട്ടെ. ഞാനില്ലെന്ന് വെച്ച് കുരുത്തക്കേടൊന്നും കാണിക്കരുത്. ഇവിടെ തലയാണയും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാനുള്ള പ്ലാൻ ആയിരിക്കും. നീ പോയിട്ട് വാ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. നീ വെള്ളം അടിക്കുവോ? ഞാനോ? എടി നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്തതല്ല ഞാൻ വെള്ളം അടിക്കില്ലാന്ന്. ഞാൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് നിന്റെ തല പൊട്ടിത്തെറിക്കും. ഞാനവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നീ ആ പീസും പെറുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ വന്ന ചേട്ടന്റെ കൊരവള്ളി എടുക്കും കേട്ടോ. എന്റെ പൊന്നു മുത്തേ, ഞാൻ ഇതൊന്നും ചെയ്യൂലേ, വെള്ളം അടിക്കില്ലേ. ഉറപ്പാണോ? ഉറപ്പ്. എനിക്കറിയാം. വിഷമിക്കുന്ന എന്തിനാ, കരയുന്ന എന്തിനാ? അറിയാതെ ഞാൻ ഓടിങ്ങ വരത്തില്ലയോ? പോട്ടെ. ടാറ്റ ടാറ്റ. ഓ ടാറ്റ. മതിയടി, പോയിട്ട് വാ. എന്ത് വിഷമിക്കാതെ വെള്ളം അടിക്കാൻ പറ്റിയല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കേരളത്തിലുള്ള സകല പെണ്ണുങ്ങളും തല പൊട്ടിത്തെറിക്കൂല. ആഴ്ച നിന്റെ തല പൊട്ടിത്തെറിക്കേണ്ടതല്ലേ? മനുഷ്യനൊന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കണം, അപ്പോഴാണ് അവിടെ
ഇതൊന്നുമില്ലെന്ന് ചുമ്മാ പറയണ തലപൊട്ടിത്തെറിക്കും അതാണ് ഇതാണ് എന്നൊക്കെ നമ്മളിത് എത്ര കണ്ടേക്കണം. എക്സ്ക്യൂസ് മീ സാർ. എന്നാ എക്സ്ക്യൂസ് മീ സാർ. അല്ല ഞാൻ അങ്ങനെ പ്ലെയിൻ കിസ് മതിയോ? അല്ല സാർ, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കാനായിട്ട് ഇറങ്ങി. അയ്യോ ഇവിടെ ഒന്നും വേണ്ട. എന്നാന്നറിയാമോ, വൈഫില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പം അവളില്ലാണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യണത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല സാറേ, അത് അങ്ങനെയല്ല സാറേ, ഞങ്ങളൊരു ചാരിറ്റിയാണ് സാറേ. ചാരിറ്റിയാണ്? ഒരു ട്രസ്റ്റ് ആണ്. പൈസ ഇല്ലാത്തോണ്ടാ സുഹൃത്തെ. അല്ല സാറേ, അങ്ങ് പൊക്കോ. അല്ല സാറേ, ഇത് പൈസ വേണ്ട സാറേ. സാർ ഇത് പിടിക്കൂ, ചുമ്മാ കൊടുക്കോ? ഇത് ഫ്രീ ആയിട്ട് സാറിന് തന്നിരിക്കണാണ്. പറഞ്ഞില്ലേ, ഞങ്ങളൊരു ട്രസ്റ്റ് ആണ്, ഒരു ചാരിറ്റി ആണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു വീടില്ലേ സാർ, അതില് വെയിറ്റ് പെയിന്റ് അടിച്ചിരിക്കും. അവിടെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 5000 രൂപയുടെ ഗിഫ്റ്റ് ആണ് സാറേ. 5000 രൂപ. പുള്ളിക്ക് 2500 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് 5000 രൂപ. ഇപ്പൊ വരാം. അപ്പൊ ഞാൻ അവിടെ 2500 രൂപയുടെ കൊടുത്തു. അപ്പൊ സാറ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 17000 രൂപ ഓഫർ ചെയ്തു, സംഭാവന. അപ്പൊ സാറിന് ഞാൻ 5000 രൂപ. അപ്പൊ സാറിന്റെ അങ്ങനെ കിട്ടി. ഞാൻ പറഞ്ഞായിരുന്നു ചാരിറ്റി ആണെന്ന്. അല്ല പിടിച്ചോ. അല്ല സാർ, ആ ടൈപ്പ് ഇവിടെ എടുക്കില്ല, അതുകൊണ്ടാ സാറേ. പെങ്ങളെ പൊക്കോ. സാറേ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ സാർ? ഒരു ഗ്ലാസ് വെള്ളം. എന്റെ പൊന്നെ, ഇപ്പൊ വരാവേ. ചൂടുവെള്ളം വേണോ തണുത്ത വേണോ? തണുത്ത. ഓക്കെ, എടുത്തു തരാം. അത് കൊള്ളാം. ഇവിടെ വെള്ളം വെച്ചിട്ടാണ്. അതെ, ഇപ്പം വെള്ളം വേണോന്ന് പറഞ്ഞാലുവേ അവിടെ അവളൊന്നും തിളപ്പിച്ച് വെച്ചിട്ടില്ല. ഞാൻ സാർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോന്നറിയില്ല സാറേ, പെട്ടെന്ന് എന്തോ ഒരു ഇത്. എന്റെ പൊന്നെ, ഇത് ഞാൻ അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന 2 സാധനം ഒഴിച്ചു. അതിനെന്തിനാ പെങ്ങളെടുത്ത് കഴിച്ചത്? എന്താ തല ചുറ്റുള്ളത്? തല ചുറ്റണം. അടിച്ചു കഴിഞ്ഞ് ഫിറ്റായിട്ട് തല ചുറ്റണം. പൊന്നെ, എന്റെ പെങ്ങളൊന്ന് ഇറങ്ങി പോയി വിടുന്നു. പ്ലീസ്. എന്റെ ഭാര്യ പിന്നെ അയ്യോ ഇവിടെ കിടന്നു സാറേ. എന്റെ തല വരുമ്പോ ഞാനിത് എന്നാ ചെയ്യും? എന്റെ തല ചുറ്റണം സാറേ. തല ചുറ്റും. ചേട്ടാ, അയ്യോ ഞാനേ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാ ഓർത്തോ ചേട്ടാ, ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു. ഞാൻ ഫോൺ എടുക്കാനൊന്നും പറഞ്ഞു. ഇതെന്താ ജ്യൂസ് ഒക്കെ കുടിക്കുമായിരുന്നു. പിന്നെ കാര്യം എടുക്കാം. ഉറക്കം വരുതാ? കൊള്ളാം, നിനക്ക് പകല് കിടന്ന് ഉറക്കം അങ്ങ്. കാര്യം എടുക്കാൻ പോകുന്നുണ്ടോ? ചേട്ടൻ പൊയ്ക്കോ, കാര്യം എടുക്കാൻ പൊയ്ക്കോ. അപ്പൊ രമണിയുടെ വീട്ടിൽ പോരൂന്ന് പറഞ്ഞു. ഞാൻ രമണിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അങ്ങനെ കിടക്കാൻ പോകുന്നു. നീ പൊക്കോ കേട്ടോ. ചേട്ടാ, ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ. പോയിട്ടു. പിന്നെ ചേട്ടാ, നിന്റെ വൈന്ന് എനിക്കറിയണം. നീ ആരാ? ചേച്ചി, ഈ സാറ് ഞാൻ എന്താ എറിഞ്ഞു കൊല്ലി? ഞാൻ എന്തോ ചെയ്തത്? ഗിഫ്റ്റ് ഒക്കെ എനിക്ക് ഇന്ന് വരെ നീ ഒരു ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു ഗിഫ്റ്റ് നീ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്തേക്കുന്ന എനിക്ക് നിന്റെ വായിന്ന് എനിക്ക് അറിയണം. ചേച്ചി, ചേച്ചി, സാറ് നീ എന്താ ചെയ്ത? അപ്പൊ നീ കുടിക്കുന്നുണ്ടായിരുന്നല്ലേ? നീ കുടിക്കുന്നുണ്ടായിരുന്നല്ലേ? സഹോദരി, ട്രസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞു. പ്ലീസ് ചേച്ചി, ഞാൻ ഗർഭിണിയാണ്. അവള് ഗർഭിണിയാണ്. നിങ്ങൾ എന്നെ ചതിക്ക് വരുന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്ക് വരുന്ന എനിക്ക് ഞാനെന്ന് തല്ലിക്കൊല്ലും. ഞാൻ സഹോദരി, എഴുന്നേറ്റുള്ള കാര്യം പറ. യുകെയിലുള്ള അവനുണ്ടല്ലോ സുമേഷ്, അവൻ വിസയായിട്ടാ വന്നേക്കുന്നത്. ഞാനും എന്റെ പിള്ളേരും കൂടെ അവന്റെ കൂടെ ഞങ്ങൾ പോകും. നോക്കി ഞാൻ തീരുമാനിച്ചു. ഞാൻ അവന്റെ കൂടെ ഇറങ്ങി പോകും. നോക്കാണോ? എന്റെ പൊന്ന് സഹോദരി, ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. ഒരു കുടുംബജീവിതം മനസ്സിലാക്കാൻ. അവള് ഗർഭിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ കാര്യം? എന്താ പറ ചേച്ചി. ഞാൻ ഒരു ചാരിറ്റിക്ക് വന്നതാ ഇവിടെ. ചാരിറ്റിക്ക് വന്ന് ഞാൻ വെള്ളം ചോദിച്ചപ്പോ സാറ് വെള്ളം എടുക്കാൻ പോയി. ഇവിടെ ഒരു വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്ത് കുടിച്ച് ഞാൻ തലയിറങ്ങി വീണതാണ് ചേച്ചി. അല്ലാണ്ട് സാറൊന്നും ചെയ്തില്ല ചേച്ചി. നീ ചുമ്മാ കാര്യം അറിയണ്ട വെറുതെ. അത് എന്ത് വെള്ളം കുടിച്ചപ്പോഴേ അവിടെ തല ഇറങ്ങി വീണേ? അത് ഞാൻ നീ പോയപ്പോ ഒരു സ്മോൾ അടിക്കാന്ന് കരുതി. എന്റെ തലയപ്പോ പൊട്ടി തെറിച്ചോട്ടെന്ന്. ഞാൻ ആ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ അത് കുടിച്ചെങ്കിലോ എന്റെ തല അപ്പം പൊട്ടി തെറിക്കത്തില്ലായിരുന്നു. പൊട്ടി ഞാൻ അങ്ങനെ
ജീവൻ ഞാൻ നിന്റെ തലേ തൊട്ട് സത്യം ചെയ്തതല്ലേ? ഞാൻ ഈ സാധനം ഒഴിച്ചു വെച്ചതല്ലേ ഉള്ളൂ. ഞാൻ കുടിച്ചില്ലല്ലോ. കുടിച്ചത് ഇവളല്ലേ? അപ്പൊ പ്രശ്നമില്ലല്ലോ. ചേട്ടൻ കുടിച്ചില്ലല്ലേ? ചേട്ടൻ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയതാ. സാരിയല്ല കേട്ടോ, എന്നോടങ്ങ് ക്ഷമിക്കാം. എനിക്ക് അറിയാം എന്റെ മോൻ അങ്ങനൊന്നും ചെയ്തില്ല. എന്റെ മോനാണ്. ഇല്ല, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നും ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നം. UK നിന്ന് വന്ന അവന്റെ കൂടെ നീ ഈ മക്കളും കൂടെ പോകുമെന്ന് പറഞ്ഞല്ലോ. അതൊരു ചെറിയ പ്രശ്നമാണ്. അതെന്താന്നറിയാം? അല്ലല്ല, അതൊരു ചെറിയ പ്രശ്നമാണ്. അത് ഞാൻ പ്രശ്നമാക്കും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അത് ഞാൻ പ്രശ്നമാക്കും. ഞാൻ പറയുന്ന കേക്ക്. എന്റെ പൊന്നേട്ടാ, പ്രശ്നമാക്കാനൊന്നും ഇല്ല. അത് ഞാൻ ഒഴിക്കനുസരിച്ച് അങ്ങ് പറഞ്ഞേ ഉള്ളൂ ചേട്ടാ. നുണ പറഞ്ഞതാ. സംഭവമില്ല. ഞാൻ എന്റെ ചേട്ടനെയും പിള്ളേരും വിട്ടിട്ട് എവിടെയെങ്കിലും പോകുന്ന ചേട്ടന് തോന്നുന്നുണ്ട്. ഞാൻ എങ്ങനെ പോത്തില്ല. എന്നാലും ഞാനിത് പ്രശ്നമാക്കും. സാറേ ഒരു കാര്യം പറയട്ടെ. ഇതുപോലെ പ്രശ്നമുള്ള സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട് സാറേ. അതൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് എന്റെ പൊന്നെ ഒന്ന് പോയി തരാമോ? അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളെപ്പോഴും പറയാറുള്ള സമയമൊക്കെ ജെറ്റ് പോലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് കാലിക്കറ്റ് എന്ന് വന്ന ഈ എല്ലാവർക്കും ഒരു നല്ല ഗൈഡ് നമ്മുടെ വക. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഒരുപാട് പൊട്ടിച്ചിരികളും നല്ല നല്ല സ്കിറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.